അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇൻ്റർഫേസ് ഫ്ലിപ്കാർട്ടാണ്. ഇത് വേറെ ആപ്ലിക്കേഷനൊന്നുമല്ല. ഒരുപാട് പ്രോഡക്ട്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലിപ്കാർട്ടിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണ്. ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പിൽ തന്നെയാണ്. നിങ്ങൾക്ക് ബാക്ക് അടിച്ചാൽ മനസ്സിലാവും. കണ്ടത് ഫ്ലിപ്കാർട്ട് തന്നെയാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ പുതുതായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആണ് സ്പോയിൽ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഈ സ്പോയിലിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ, അതായത് മാർക്കറ്റിൽ പുതുതായിട്ട് വരുന്ന പ്രോഡക്റ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഒരു സ്പോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇത് നിങ്ങൾ തുറന്ന് നോക്കിയിട്ടുണ്ടാവും. ഭൂരിഭാഗം പേർക്കും ഇത് അറിയില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ ഫ്ലിപ്കാർട്ടിൽ വന്ന കാര്യം. അപ്പോൾ എന്താണ് സ്പോയിൽ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പ്രോഡക്റ്റ്സാണുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ 3 കാറ്റഗറിയാണുള്ളത്: ഗേൾസ്, ബോയ്സ്, അതുപോലെ ഗ്യാങ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന കാറ്റഗറിയുടെ താഴത്ത് തന്നെ സബ് കാറ്റഗറീസും കാണാൻ പറ്റും. ഇതിൽ ടീഷർട്ട്സിൻ്റെയൊക്കെ പല ടൈപ്പ് ടീഷർട്ട്സുകളും, അതുപോലെ ജീൻസ്, ഷർട്ട്സ്, ജാക്കറ്റ്സ്, ഷൂസ്, അതുപോലെ ആക്സറീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഫാഷൻ സ്റ്റോറാണ്. നിങ്ങൾ ഈ ഹോട്ട് സ്റ്റൈൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്ത പ്രോഡക്റ്റുകളായിരിക്കും ഈ ഒരു സെക്ഷനിൽ കാണിക്കുന്നത്. നിങ്ങൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് സ്റ്റോറുകൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് 299, 499, അതുപോലെ 799 അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വേറെയും പ്രോഡക്റ്റുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഈ അണ്ടർ 299 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫുട്വെയർ നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും 99 രൂപയ്ക്കാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉള്ളത്, ഇതിൽ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട് 4 എണ്ണം. നിങ്ങൾ 4 എണ്ണം വാങ്ങിക്കണം. ഒരു പെയറിന് 99 രൂപയാണ്. അതുപോലെ നിങ്ങൾ 4 പെയർ വാങ്ങിക്കേണ്ടി വരും. ഇത് ക്ലിയറൻസ് സെയിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ബാഡ്ജ് കാണാം, ക്ലിയറൻസ് സെയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് റിട്ടേൺസ് ആപ്ലിക്കബിൾ അല്ല. എന്നിരുന്നാലും ഫിസിക്കൽ ഡാമേജുകളോ അങ്ങനെ എന്തെങ്കിലും ഡാമേജുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരിക്കലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാരണത്താൽ മാത്രം നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നോർമലി പ്രോഡക്റ്റിൽ കാണുന്ന രീതിയിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. നിങ്ങൾ ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്കുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 133 രൂപയാണ്. അതുപോലെ വൈറ്റിനാണെങ്കിൽ 99 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഈ 99 × 4 ആ ഒരു പ്രൈസ് ആയിരിക്കും ചെക്കൗട്ട് പേജിൽ കാണിക്കുന്നത്. അപ്പോൾ 4 ക്വാണ്ടിറ്റിയുടെ പ്രൈസ് ആയിരിക്കും ചെക്കൗട്ട് പേജിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു 99 ആയിരിക്കുകയല്ല കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ താഴത്തേക്ക് നോക്കിക്കഴിയുമ്പം ഇവിടെ കാണാം സിമിലർ പ്രോഡക്റ്റുകൾ വേറെയും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. വിലക്കുറവിൽ തന്നെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 150 രൂപ താഴെ സൺഗ്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു സൺഗ്ലാസ്സിനും മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് 200 രൂപയ്ക്ക് 2 സൺഗ്ലാസ് ഓർഡർ ചെയ്യാം. എല്ലാ പ്രോഡക്റ്റിലും ഫ്ലിപ്കാർട്ടിലെ സെയിം ഡെലിവറി സ്പീഡും അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വിമൻസിനും സെപ്പറേറ്റ് പ്രോഡക്റ്റുകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സ്റ്റോറുകളും താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. നമ്മൾ അലി എക്സ്പ്രസ് അതുപോലെ തന്നെ വിദേശ വെബ്സൈറ്റുകളൊക്കെ കാണുന്ന പോലത്തെ പ്രോഡക്റ്റുകളെല്ലാം ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ റിട്ടേൺ പോളിസിയും ചെക്ക് ചെയ്തിട്ടാണ് ഇതൊന്ന് വാങ്ങിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫാഷൻ പ്രോഡക്റ്റുകളാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സ്പോയിലിൽ കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം ഫ്ലിപ്കാർട്ടിലെ നോർമൽ കാറ്റഗറിയിൽ പോയിട്ട് വാങ്ങിക്കാനായിട്ട്. കാരണം സ്പോയിലാണ് കൂടുതലും പ്രോഡക്റ്റുകൾ, ഫാഷൻ പ്രോഡക്റ്റുകൾ, ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിന് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ടോ, ഡെലിവറി എന്നാണ് കിട്ടുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ, ഇനി റിട്ടേൺ പോളിസി ഉണ്ടെങ്കിൽ എത്ര ദിവസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. കാരണം ഈ പ്രോഡക്റ്റിനൊക്കെ 10 ദിവസത്തെ റിട്ടേൺ പോളിസി അവൈലബിൾ ആണ്. പിന്നെ അത് കൂടാണ്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റേറ്റിംഗും കൂടെയാണ്. ഇതിൽ 4 ഔട്ട് ഓഫ് 5 റേറ്റിംഗും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രോഡക്റ്റുകൾ ഈ ഒരു സ്പോയിലിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ സ്പോയിലിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലത്തെ ഓൺലൈൻ ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.